സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ എ കെ നമ്പ്യാർ, ബഹുമാന്യനായ ശ്രീ ബാലകൃഷ്ണൻ കുയ്യൻ, ഈ പുസ്തകം ഏറ്റുവാങ്ങിയിട്ടുള്ള ബഹുമാന്യയായിട്ടുള്ള സഹോദരൻ സുബിനി ടീച്ചർ, പുസ്തക പരിചയം നടത്തുന്ന ബഹുമാന്യനായിട്ടുള്ള കെ ഭാസ്കർ മാസ്റ്റർ, മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ള MP ഡോക്ടർ വി ശിവദാസൻ, ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MLA കെ വി സുമേഷ്, നമ്മുടെ എല്ലാവരുടെയും സ്നേഹഭാജനമായിട്ടുള്ള ശാന്ത ടീച്ചർ, കൈരളി ബുക്സിൻ്റെ സബ് എഡിറ്റർ ശ്രീ പി ശെൽവരാജ്, ശ്രീ രമേശൻ നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിലെ മുഴുവൻ ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശാന്തകാവുമായി ശാന്ത ടീച്ചറോട് ഈ സമൂഹത്തിനുള്ള സ്നേഹവും ആദരവും സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങ്. സാഹിത്യകാരന്മാരും ആസ്വാദകരും കുടുംബ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി വളരെ നല്ലൊരു സദസ്സാണ് പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ടീച്ചറിനെ കുറിച്ച് ഒരു വലിയ വിശദീകരണമൊന്നും ഇവിടെ ആവശ്യമില്ല. സ്വന്തം ഇടം സമൂഹത്തിൽ സ്വയം തീർത്തെടുത്തിട്ടുള്ള വ്യക്തിയാണ് ശാന്ത ടീച്ചർ. എല്ലാവരുടെയും ജീവിതത്തിന് പ്രചോദനമാണ് ടീച്ചറുടെ ജീവിതം. എന്നാൽ വളരെ എളുപ്പം സാധിക്കാവുന്ന ഒരു കാര്യമല്ല ശാന്ത ടീച്ചർ ചെയ്തിരിക്കുന്നത്. കഠിന പ്രയത്നത്തിലൂടെ, ഇച്ഛാശക്തിയോടുകൂടി ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ, യുവതിയുടെ, അധ്യാപികയുടെ, അമ്മയുടെ ടീച്ചർ ശരിക്കും നമുക്കെല്ലാം ആ ഒരു പ്രായത്തിൽ എത്തിയിരിക്കുന്നു. ഒരു കഥയാണ് യഥാർത്ഥത്തിൽ മറന്നു വെച്ച കരച്ചിലിനൊപ്പം എന്ന കൃതിയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. വളരെ എളുപ്പമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന നമുക്കെല്ലാം എത്ര പ്രയാസകരമായാലും വിചാരിച്ചത് നേടും എന്ന വാശിയോടെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് വലിയ ആദരവോടുകൂടി മാത്രമേ ചിന്തിക്കാൻ സാധിക്കൂ. സ്വന്തം നാടിൻ്റെ ചരിത്രവും ഹൃദയസ്പന്ദനങ്ങളും മിണ്ടാതിരുന്നൊരു പെൺകുട്ടി ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അത് സൂക്ഷിച്ചു വെച്ചു. അവസരം വന്നപ്പോൾ അതെല്ലാം അടുത്ത തലമുറയ്ക്കായി പകർന്നു നൽകാൻ ശക്തവും സൗമ്യവും ദീപ്തവുമായിട്ടുള്ളൊരു ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ് ടീച്ചറുടെ കാര്യത്തിൽ നാം കാണുന്നത്. ഡിസംബർ 30 കാവുമ്പായി സമര കഥയും കൂടിയാണ്. നാട്ടുപ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു മനുഷ്യ ജീവിതം എന്ന് സൂചിപ്പിക്കുന്ന ഒരു പുസ്തകമാണത്. എത്ര വലിയ പോരാട്ടത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ സമൂഹം കേരളത്തിൽ പിറവിയെടുത്തത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. അതുമായിട്ട് ചേർന്ന് പോകുന്നത് തന്നെയാണ് ടീച്ചറുടെ ആത്മകഥയായിട്ടുള്ള മറന്നു വെച്ച കരച്ചിലിനൊപ്പം എന്ന പുസ്തകം. നമ്മളിപ്പോൾ ഇവിടെ അനാവരണം ചെയ്ത, പ്രകാശനം ചെയ്ത പുസ്തകം. ഇതിനകത്ത് ടീച്ചർ സ്വന്തം വ്യക്തിത്വത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നു. തൻ്റെ കണ്ണിലൂടെ ചുറ്റുപാടുകളെ കാണുന്നു. ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. എനിക്ക് അവസാന ഭാഗം മുഴുവനായിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല. തിരക്കിനിടയിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന ഭാഗമാകുമ്പോഴേക്കും അതൊന്ന് തീർക്കാൻ എന്നുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. തന്നെ അടുത്ത ദിവസം തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ തുടക്കം മുതൽ നമുക്ക് അസ്വസ്ഥതകളാണോ, സന്തോഷമാണോ, ആവേശമാണോ പകർന്നു നൽകുന്നതെന്ന് അറിയില്ല. വല്ലാത്തൊരു വികാരം അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ സ്വാഗതം പറയുമ്പോൾ ശ്രീ ബാലകൃഷ്ണൻ കുയ്യൻ പറഞ്ഞു, പ്രസവത്തിന്റെ സമയത്ത് തന്നെ ഒരു കുട്ടിയുടെ ജനനം ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ചെറിയ ചില പ്രയാസങ്ങൾ അമ്മ അനുഭവിച്ചു.
അനുഭവിക്കുകയാണ്. അതെല്ലാം ആ അമ്മയുടെ മനസ്സിലും എല്ലാ കാലത്തേക്കുമുള്ള ഒരു നൊമ്പരമായി കിടക്കുന്നുണ്ട്. സാധാരണ ഇന്നത്തെ സൗകര്യങ്ങളില്ലാത്ത ഒരു കാലത്തെ പ്രസവം അത് എത്രമാത്രം വിഹ്വലമായിരുന്നു, ആശങ്കാജനകമായിരുന്നു എന്നതിൻ്റെ സൂചനയാണ്. അത് കാലം എത്ര മാറിയിരിക്കുന്നു. ആശുപത്രിയൊന്നും ഇല്ലാത്ത, ഇന്നത്തെ പോലെ പ്രസവ വാർഡുകളൊന്നും ഇല്ലാത്ത, ഗൈനക്കോളജിസ്റ്റുകളില്ലാത്ത ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്തെ സ്ത്രീകൾ പ്രസവിച്ചിരുന്നത് എങ്ങനെയാണ്, ഒരു മനുഷ്യരെയും ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ്. ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാകും. പക്ഷേ അന്ന് അതിനും പ്രസവം എടുക്കാൻ പരിശീലിച്ചിട്ടുള്ള, സ്വയം പരിശീലിക്കുകയാണ്, എഴുതി പഠിച്ച് MBBS ഗൈനക്കോളജി പാസ്സായിട്ടൊന്നുമല്ല, ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മിക്കവാറും മലയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പ്രസവം എടുത്തിരുന്നത്. എൻ്റെ എല്ലാം നാട്ടിൽ മലൈ മാധു എന്ന് പറയുന്ന ഒരു അമ്മയാണ്, സ്ത്രീയാണ് ഞങ്ങളെയെല്ലാം അന്ന് ശ്രദ്ധിച്ചിരുന്നത്. പിന്നീടാണ് ആശുപത്രികൾ വ്യാപകമായി വന്ന് ആശുപത്രിയിൽ പ്രസവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരെ സ്വീകരിക്കുന്ന പരിചയത്തിൽ നിന്ന് ആർജിച്ചിട്ടുള്ള ചില രീതികളാണ് ബുദ്ധിമുട്ടില്ലാതെ പ്രസവിക്കുന്നതിനിടയാകുന്നത്. പക്ഷേ ശാന്ത ടീച്ചർ ഭൂമുഖത്തേക്ക് വരുമ്പോൾ ആ കുഞ്ഞെ ശരിയായ രീതിയിലല്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എഴുതുന്ന ആദ്യ ഭാഗം ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ നമുക്കത് വായിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാവണം എല്ലാ ശരീരഭാഗങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന രീതി ഇല്ലാതിരുന്നത്. കൈകളുടെ സ്വാധീനം കുറഞ്ഞു. അങ്ങനെ ജനിച്ച കുഞ്ഞിനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോ ഒന്നും കൊണ്ടുപോകാനുള്ള രീതി അന്നത്തെ മലബാറിൽ ഉണ്ടായിരുന്നില്ല, കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് പതിയെ ശരിയാവും എന്നൊരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയത്. കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും പൂർണ്ണമായിട്ടും ആ അസ്വസ്ഥതകൾ മാറി കിട്ടിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഭിന്നശേഷി നമ്മളിപ്പം പറയാറുണ്ട്, അത് ശരിയാണ്. ശാന്ത ടീച്ചറിന്റെ എല്ലാ ജീവിതം ശരിക്കുകയാണ്. എല്ലാ അംഗങ്ങളും തൃപ്തികരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ലാതെ വരുമ്പോഴാണ് ഭിന്നശേഷി എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി. വ്യത്യസ്ത ശേഷിയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ, കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ മനുഷ്യർ ശേഷി ആർജിച്ചെടുക്കും. ആ ശേഷി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് വലിയ ആളുകൾ അല്ലെങ്കിൽ പ്രതിഭകളൊക്കെ ഭൂമുഖത്ത് ജന്മമെടുക്കുന്നത്. ഇവിടെ ടീച്ചറും ജനിച്ച ഉടനെ മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയാണ്. പേര് ശാന്ത എന്നിട്ടപ്പോൾ ആ പേരിന് അന്വർത്ഥമായതായിരുന്നു ടീച്ചറിന്റെ പെരുമാറ്റവും എന്നുള്ളതാണ്. കുട്ടിക്കാലം മുതൽ അപ്പോൾ വളരെ ശാന്ത സ്വഭാവിയായിട്ട് ഒരിടത്തിരുന്നെല്ലാം കാണുകയാണ്. എല്ലാം ടീച്ചറിന്റെ കണ്ണിലൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങൾ, അവരുടെ ഇടപെടലുകൾ, സമൂഹം, ആ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, അതിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നിശബ്ദമായി നോക്കിക്കാണുന്ന ഒരു കുട്ടി നമുക്ക് നന്നായിട്ട് മനസ്സിൽ പതിയും. അമ്മയും ആ കൂട്ടത്തിൽ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. എപ്പോഴും കൂടെ നിൽക്കേണ്ടി വരുന്ന, എപ്പോഴും ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഒരമ്മയ്ക്ക് മറ്റു കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വരിക. കുട്ടിയിലേക്ക് കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ വീട്ടുജോലികളുടെയും തിരക്കിൻ്റെയും എല്ലാം ഇടയിൽ അസഹനീയമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ മുഖം കറുപ്പിച്ചെന്ന് വരാം. അതൊരു പക്ഷേ കുട്ടിയിലും പിന്നീട് അങ്ങനെ പെരുമാറേണ്ടി വരുന്ന അമ്മമാരിലും ഉണ്ടാക്കുന്ന മാനസിക വ്യഥകൾ അത് എത്ര വലുതാണ് എന്നുള്ളത് അത് അനുഭവിക്കുന്നവർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അത്തരം ഒരു വേദന വരും. ആദ്യം വല്ലാത്ത വേദനയായി വരുന്നത് ടീച്ചറിന്റെ പുസ്തകം മുന്നോട്ട് പോകും തോറും നമ്മുടെ മനസ്സിലറിയാതെ ഒരു ആശ്വാസവും സന്തോഷവും അഭിമാനവുമായിട്ട് മാറുന്നു. 1ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പോയിരിക്കുന്ന സമയത്ത് ഞാൻ പുസ്തകം മുഴുവൻ പറയുന്നില്ല, പുസ്തകം പരിചയമുള്ള നടക്കുന്നുണ്ട്.
അന്ന് ആ കുഞ്ഞ് മനസ്സിലുണ്ടായിട്ടുള്ള വിക്കറുകൾ ടീച്ചർ ഇത്ര ഭംഗിയായിട്ടാണ് പകർത്തി വെച്ചിരിക്കുന്നത്. ഏതായാലും സ്കൂളിൽ പോകാൻ കഴിഞ്ഞു എന്നത് അതിയായ സന്തോഷമാണ്. പക്ഷേ ആദ്യമായിട്ട് ടീച്ചർ ഒരു ചിത്രം വരക്കാൻ പറഞ്ഞപ്പോൾ, ബോർഡിൽ എഴുതി കാണിച്ച എല്ലാവരോടും അതുപോലെ എഴുതാൻ പറഞ്ഞപ്പോൾ, വരക്കാൻ പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ പെൻസിലുണ്ട്, പക്ഷേ ആ കൈകൊണ്ട് അങ്ങനെ ബലം പ്രയോഗിച്ച് വരക്കാൻ കഴിയുന്നില്ല. കടലാസിൽ വരക്കാൻ വിഷമമാണ്. ബാക്കി കുട്ടികളെല്ലാം വരക്കുന്നു. അപ്പോൾ തൻ്റെ അടുത്തിരിക്കുന്നു പ്രസന്ന വരക്കാൻ നോക്കുമ്പോൾ പെൻസിലില്ല. അപ്പോൾ തൻ്റെ കയ്യിലുള്ള പെൻസിലിൻ്റെ കഷ്ണം പൊട്ടിച്ചിട്ട് പ്രസന്നക്ക് കൊടുക്കുകയാണ്, വരച്ചോളാൻ. ടീച്ചർ അടുത്ത് വന്നിട്ട് കുട്ടി എന്താ വരക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ ജാളിയതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ഉത്തരവാണ് പറയുന്നത്. ഇവൾ പെൻസിൽ കൊണ്ടുപോയി കളഞ്ഞു, ഞാനാണ് പെൻസിൽ കൊടുത്തത്. അപ്പൊ അവിടെ തന്നെ ഒരു വിഷമ സന്ധിയെ മറികടക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രത്യുൽപ്പന്ന മതിത്വം എന്നൊക്കെ പറയും ചിലപ്പോൾ. ഞാൻ വരക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാനുള്ളൊരു മടിയുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ അതിനെ മറ്റൊരു മാർഗത്തിലേക്ക് ഇവൾ പെൻസിൽ കളഞ്ഞവളാണ് ഞാൻ കൊടുത്തിട്ട് ഇവൾ വരക്കുന്നത്. അവിടെ ഞാൻ ഒന്നുമല്ലാത്ത ആളല്ല, ഞാൻ ഇങ്ങനെയൊരു ആളാണ് എന്ന് പറഞ്ഞ ആ സ്ഥാനം ഉറപ്പിക്കുകയാണ്. പിന്നെ ടീച്ചറൊന്നും പറയാതെ പോയി. ഇങ്ങനെയുള്ള കുറേ മുഹൂർത്തങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഞാൻ പുസ്തകം പ്രകാശനം ചെയ്തതുകൊണ്ട് ഒരുപാട് ഒന്നും പറയുന്നില്ല. സ്റ്റീഫൻ ഹോക്കിൻസിനൊക്കെ പോലെ നമ്മുടെ ശാന്ത ടീച്ചർ, ശാന്ത കൗരവായി ഇന്ന് നമ്മുടെ ആകാശത്തിൽ, നമ്മുടെ മനസ്സിന്റെ ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറിയിരിക്കുന്നു. ഡിസംബർ 30 കൊണ്ട് തന്നെ അത് സാധിച്ചിരുന്നു. പിന്നെ ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മറന്നു വെച്ച കരച്ചിലുണ്ട്. ആ പേര് തന്നെ ഒരു മാസ്മരിക ശക്തിയുള്ളതാണ്. ജനിച്ചപ്പോൾ കരഞ്ഞില്ല, പിന്നീടും കരഞ്ഞില്ല, കരയാൻ മറന്നുപോയി. പക്ഷേ ഒരു കരച്ചിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ ശാന്ത ടീച്ചർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കുടുംബ പശ്ചാത്തലം ടീച്ചറിനെ നല്ല കരുത്തിയാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മാവനും ഒക്കെ അങ്ങനെയാണ്. കലയിൽ രാമൻ നമ്പ്യാരുടെ മരുമകൾ, അതുപോലെ തന്നെ പ്രതാപിയായിട്ടുള്ള ഒരു അച്ഛൻ്റെ മകൾ, അതൊക്കെ ശാന്ത ടീച്ചറിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് നന്നായി സഹായിച്ചിട്ടുണ്ട്. പുസ്തകം എല്ലാവരും വായിക്കണം. വായിക്കുമ്പോൾ ശാന്ത ടീച്ചറിന്റെ കൂടെ നമ്മൾ കടന്നു വന്ന ആ ദശകൾ, സ്വാതന്ത്ര്യ സമ്പാദനത്തിന് തൊട്ട് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെയുമുള്ള ആ 3-4 ദശകങ്ങൾ, 1930കളും 40കളും 50കളും എല്ലാം എങ്ങനെയായിരുന്നു നമ്മുടെ കേരളം. അതില് നല്ല പരസ്പര ബന്ധത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ശീല് അതിനകത്തുണ്ട്. എന്നാൽ മനുഷ്യർ അനുഭവിച്ചിരുന്ന ഒരു ഫ്യൂഡൽ സമൂഹത്തിൽ മനുഷ്യർ അനുഭവിച്ചിരുന്ന കൊടും ദാരിദ്ര്യത്തിന്റെയും അവഹേളനത്തിന്റെയും എല്ലാം ചിത്രങ്ങൾ അതിൽ കാണും. നല്ല സംസ്കാര സമ്പന്നമായിട്ടുള്ള എന്ന് പറയുമ്പോൾ പരസ്പരം ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട്. ഓലക്കുടം ഇടയാൻ ഈറ്റ വെട്ടിയിട്ട് മുള കൊണ്ടുപോകുന്ന ചിരിതയോട് വഴിക്ക് പോകുന്ന വഴിയിൽ അവർക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ ആളുകൾ കാണിച്ചിട്ടുള്ള ഉത്സാഹം, അവരോട് കാണിച്ചിട്ടുള്ള സ്നേഹം, അങ്ങനെ ഒരു ബന്ധം ഇവര് കുട ഉണ്ടാക്കിയാലേ മഴക്കാലത്ത് നമുക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കും. ഇവർ ഫാൻ ചെയ്താലേ നമുക്ക് പായിൽ കിടക്കാൻ പറ്റുള്ളൂ എന്നെല്ലാമുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഫ്യൂഡൽ സമൂഹത്തിനകത്ത് നിൽക്കുന്ന ജാതി മേധാവിത്വം, തൊട്ടുകൂടായ്മ, ഇകഴ്ത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അക്ഷരം പഠിച്ചുകൂടാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി താഴ്ന്ന ജാതിക്കാരനെ കുടിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ എത്രമാത്രം ഒരു അഭിശപ്തമായ രീതിയിലാണ് താഴ്ന്ന ജാതിക്കാരും സമ്പത്തില്ലാത്തവർ ജീവിച്ചിരുന്നത്. ചോർന്നൊലിക്കുന്ന ഓലക്കൂലകളും നല്ല ചാണകം മെഴുകിയ തലയിൽ മഴവെള്ളം വീഴുമ്പോൾ അതിനകത്ത് വഴുതി ഇരിക്കേണ്ടി വരുന്ന, കിടക്കേണ്ടി വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വിമിഷ്ടങ്ങൾ നമുക്ക് ഇന്ന് അത്രത്തോളം മനസ്സിലാവുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അവിടെയാണ് കേരളത്തിൻ്റെ ടീച്ചറിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴാണ് കേരളം എങ്ങനെ മാറിയിരിക്കുന്നു. എന്തൊരു മാറ്റമാണ് ഒരു 10-60 വർഷം കൊണ്ട്, 60-70 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. 57 മുതലുള്ള വലിയ മാറ്റം.
നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ, സ്വദേശമായ നടപടി, കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടുള്ള നിയമം, ഭൂപരിഷ്കരണം, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, അധികാര വികേന്ദ്രീകരണം, ഇതെല്ലാം കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ, ഇപ്പം അടുത്ത് കഴിഞ്ഞു പോയിട്ടുള്ള 4 മിഷനുകൾ, ലൈഫ്, ആർദ്രം മിഷൻ, വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഇതൊക്കെ ഈ സമൂഹത്തിനകത്ത് പതിയെ പതിയെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അതെല്ലാം ചേർന്നിട്ടാണ് ഇന്ന് മനുഷ്യ വികസന ശേഷി കേരളം മുന്നിൽ നിൽക്കുന്നത്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത മനുഷ്യർ ഇന്ന് കേരളത്തിൽ പറയാൻ അപൂർവത്തിൽ അപൂർവയുള്ളൂ. കാരണം എക്സ്ട്രീം പോവർട്ടി ലെവൽ പരിശോധിച്ചപ്പോൾ ഇവിടെ 0.7% കേരളത്തിലുള്ളൂ. എന്നാൽ നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ബീഹാറിലും ഉത്തർപ്രദേശിലും അത് 30%. 100 ആളുകളെ എടുത്താൽ 30 പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പൊ നമ്മൾ ഒരുപാട് വളർന്നു വന്നിരിക്കുന്നു. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഉത്തരവാദിത്വം ഇല്ലാതില്ല. ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ശാന്ത ടീച്ചറുള്ള ബഹുമാനം സൂചിപ്പിക്കുന്നതോടൊപ്പം ആ പ്രയാസങ്ങൾ നീന്തി കടന്നു വന്ന ടീച്ചറിനെ മാതൃകയാക്കുന്നതോടൊപ്പം ഈ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് കൂടി തീരുമാനമെടുത്ത് പോകാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതൊരുപാട് വിദ്യാഭ്യാസം നേടി ഏതെങ്കിലും ഉയർന്ന സ്ഥാനങ്ങളിലെത്തിയ ആളുകൾ, അവർക്ക് മാത്രമല്ല, കേരളത്തിലെ ഓരോ സാധാരണ സ്ത്രീക്കും പുരുഷനും ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ ആർജിച്ചെടുത്ത സംസ്കാര സമ്പന്നമായിട്ടുള്ള അവസ്ഥ പിന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. നവോത്ഥാന ആശയങ്ങൾ, ജാതിമത ചിന്തകൾക്ക് അതീതമായ സൗഹൃദം, മനുഷ്യത്വപൂർണമായ പെരുമാറ്റം, അതെല്ലാം എങ്ങനെയാണ് നമ്മൾ സംരക്ഷിച്ചു നിർത്തുക? അതിനൊക്കെ എതിരായി വരുന്ന എല്ലാ ഹീനചിന്തകളെയും അകറ്റി നല്ല പരസ്പരം ബഹുമാനിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയിട്ടുള്ള, ജാതി ഏതോ ആയിക്കോട്ടെ, മതം ഏതോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ എന്താണ് ചെയ്യുക? അതിനൊരു മാർഗം ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് ഈ പുസ്തക പ്രകാശനത്തോടു കൂടി അവസാനിപ്പിക്കാനുള്ളതല്ല മറന്നുവെച്ച കരച്ചിലിനൊപ്പം വന്ന പുസ്തകം. നമ്മുടെ വായനശാലകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ഈ പുസ്തകം വായിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ ഉണ്ടാകണം. അത് നമ്മൾ വിചാരിച്ച സാധിക്കും. വായിച്ചതിന് ശേഷം വായിക്കുമ്പോൾ ശാന്ത ടീച്ചറെ അറിയുക മാത്രമല്ല, മറ്റു കാര്യങ്ങൾ അതിലൂടെ സ്വായത്തമാക്കുന്നുണ്ട്. ഒന്ന്, ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിരാശരായി, ഇപ്പം പൊതുവേ പറയുന്ന ഒരു വാക്കുണ്ട്, ഇംഗ്ലീഷിലാണ് പറയുക, ഡിപ്രഷനാണ്. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മരുന്ന് കഴിച്ച് കഴിക്കുകയാണ്. ഡിപ്രഷനുള്ള ഗുളികകളൊക്കെ കഴിച്ച് പിന്നെ അത് കാരണം ശരീരമൊക്കെ ചീർത്ത് ആ കോലം മാറുമ്പോഴുണ്ടാകുന്ന മനപ്രയാസം വേറെ കൂടി ഡിപ്രഷൻ അങ്ങനെ കുറയും. അപ്പൊ എങ്ങനെയാണ് മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കുക? ഡിപ്രഷനൊന്നും ഇല്ലാതെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വളരെ നിസ്സാരമായ കാര്യങ്ങൾ കരുതും. നമ്മൾ ചിലപ്പോൾ മനസ്സ് നൊന്ത് ദിവസങ്ങളോളം അതിന്റെ പിന്നാലെ അരഞ്ഞ് ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ അങ്ങനെ കളയുന്നത്. അതിനൊക്കെ മരുന്നേ ഉള്ളൂ. ഒരുമിച്ച് ചേർന്നിരിക്കുക, കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഈ മനപ്രയാസത്തിന് കാരണമായ കാര്യങ്ങളെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ ശീലിക്കുക. അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷെ സാധിക്കും. ഈ പുസ്തകത്തിന്റെ ചർച്ചയിലൂടെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അങ്ങനെയൊരു ശീലം കൂടി വരാൻ, അങ്ങനെയൊരു നേട്ടം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വായിക്കണം, ചർച്ച ചെയ്യണം, ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ പ്രയാസങ്ങളും ലഘൂകരിക്കാൻ സമൂഹത്തിൽ ഇടപെടുന്നവരായി. അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, ഇടതുപക്ഷമാണ്, അതിന് മാറ്റമൊന്നും വരില്ല അല്ലേ? ചിലപ്പോൾ അതും പറയില്ല ആളുകൾ. എന്നാലും അങ്ങനെ ഇടപെടേണ്ട കാര്യമൊന്നുണ്ട്. അതെല്ലാം നിങ്ങളെല്ലാ ദിവസവും ബോധവൽ ചെയ്താൽ മതി എന്നുള്ളൊരു മട്ടാണ് ചിലർക്കെല്ലാം. അക്ഷരം പഠിക്കാത്തവരൊന്നും കേരളത്തിൽ ആരുമില്ല. എല്ലാവർക്കും വായിക്കാനും അറിയും, പറയാനും അറിയും. പക്ഷെ കമാവുന്ന ഒരക്ഷരം ഒന്നിനെ കുറിച്ചും പറയില്ല. എല്ലാ ചീത്തക്കാര്യങ്ങളും വന്ന് സമൂഹത്തിൽ നിറഞ്ഞ് കടുത്ത അന്ധവിശ്വാസം, അനാചാര്യം. ഇപ്പൊ നമ്മുടെ കർണാടകയിലെ DK ശിവകുമാർ അല്ലെ, ഉപമുഖ്യമന്ത്രിയൊക്കെ വന്നിട്ട് ഇവിടെ മൃഗബലി നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇല്ലാതെന്ന് നമ്മളും പറയുന്നത്. എന്നാൽ
ഒക്കെ നടത്താൻ പാകപ്പെട്ട ഒരു മനസ്സൊരു മേഖലയിൽ രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം കേട്ടോ. അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും സാഹിത്യ ചർച്ചകളും സാംസ്കാരിക രംഗത്തെ കുറിച്ചുള്ള പഠനങ്ങളും ചർച്ചയും ഒക്കെ നടക്കണം. ഞാനൊരു നീണ്ട പ്രസംഗം നടത്തുന്നില്ല. ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ശാന്ത ടീച്ചർ ജീവിതത്തോട് പോരാട്ടം നടത്തി ജീവിതത്തെ പിടിച്ചെടുത്ത ഒരു നിരാശക്കും അവകാശമില്ല ടീച്ചർക്ക്. കാരണം അവർ ജീവിതത്തെ കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ്. അവർ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഇങ്ങനെയാണ് പെരുമാറുക ജീവിതത്തിൽ എന്നുള്ളത്. വളരെ ധീരയായിട്ടുള്ളൊരു സ്ത്രീ. അതുപോലെ സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളാണ് ഏറ്റവും വലിയ വിഷമതകൾ അനുഭവിക്കുന്നത് സമൂഹത്തിൽ. സ്ത്രീക്ക് കരുത്തിലാഞ്ഞിട്ടല്ല. ഒരു സ്ത്രീ ആയിട്ടുള്ള ടീച്ചർക്ക് വരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് എന്താ, ഞാൻ അസംബ്ലിയിൽ ചോദിക്കേണ്ടി വന്നിരുന്നു, പെണ്ണായിട്ടും അങ്ങനെ ചെയ്തു, പെണ്ണെന്താ കുഴപ്പം നമ്മൾ ചോദിക്കുക. അതുപോലെ സ്ത്രീക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സമൂഹം ഇന്നും സ്ത്രീകളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നു. അതിന് ഒരുപാട് മാറ്റമുണ്ട്. സോഷ്യലിസ്റ്റ് സമൂഹമൊന്നും വന്നിട്ടില്ല. ഇവിടെയും ഫ്യൂഡലിസത്തിന്റെ ചില ഘടകങ്ങളൊക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ സ്ത്രീ മാത്രം സഹിക്കേണ്ടുന്ന ചില പ്രശ്നങ്ങൾ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം നേരിട്ട് കൊണ്ടാണ് നല്ലൊരു എഴുത്തുകാരിയായി സമൂഹത്തെ കൊണ്ട് തന്നെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരാളായിട്ട് നമ്മുടെ മുമ്പിൽ സന്തരിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് തീർന്നിട്ടില്ല. മറന്നു വെച്ച കരച്ചിൽ മാത്രമൊന്നുമല്ല. ഇനി ഒട്ടേറെ കാര്യങ്ങൾ ശാന്ത ടീച്ചറുടെ തൂലികയിൽ വരാനുണ്ട്. അത് വരിക തന്നെ ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ സ്നേഹമാണ് ടീച്ചറിന്റെ പിന്തുണ. ടീച്ചറെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ സ്നേഹവും വിശ്വാസവും ആവോളം കൊടുത്താൽ ഇനിയും ടീച്ചറിൽ നിന്ന് വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള രചനകൾ പ്രതീക്ഷിക്കാൻ കഴിയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനി ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇനി എൻ്റെ പ്രസംഗം നിർത്തുന്നേയില്ല. ഒരുപാട് അഭിമാനത്തോടെ നമുക്ക് പകർത്തി പറയാം. നോക്കൂ, ശാന്ത ടീച്ചർ അവരുടെ കഴിവുകൾ അത് വരുന്ന തലമുറയ്ക്കും കാട്ടിക്കൊടുക്കാൻ കഴിയും വിധം ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ, ഒരു ജീവിതം പിടിച്ചു വാങ്ങിയ ശാന്ത ടീച്ചറോട് വല്ലാത്തൊരു ബഹുമാനം നമുക്കുണ്ട്. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ഈ മറന്നു വെച്ച കരച്ചിൽ, നമുക്ക് കരയുന്നില്ല, എവിടെയും കരച്ചിൽ മറന്നു വെച്ചില്ല. പക്ഷെ അതിൻ്റെ ഒരു ഉള്ളിൽ അസ്വസ്ഥത അതെപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെ അടിച്ചമർത്തിക്കൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടാൻ ടീച്ചർ മുന്നോട്ട് പോകുന്നത്. ഇത് ലോകത്തിലാകെയുള്ള വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അനുഭവ പാഠമാണ്. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു സ്റ്റീഫൻ ഹോക്കിൻസ് ഉണ്ടായിരിക്കുന്നു. അത് ഉറപ്പായിട്ടും നമ്മുടെ ശാന്ത കാവുബായിയാണോ ശാന്ത ടീച്ചറാണെന്ന് പറയാൻ കഴിഞ്ഞതിലുള്ള അതിനൊരിടം, ഒരവസരം ഉണ്ടാക്കി തന്ന ശാന്ത ടീച്ചറോട് നന്ദിയുണ്ട്. ടീച്ചർക്ക് ഒരുപാട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്തു.